നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു വലിയ പ്രതിസന്ധി, ആ കാലഘട്ടത്തിലെ ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു ശബരിമല യുവതീ പ്രവേശനം. ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള എതിർപ്പ് സംസ്ഥാന സർക്കാരിന് ആ ഒരു സാഹചര്യത്തിൽ നേരിടേണ്ടി വന്നു. അതിന് തൊട്ടടുത്ത് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിരുദ്ധമായ ഒരു തരംഗം തന്നെ കേരളത്തിൽ ആഞ്ഞടിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ശബരിമല വിഷയം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. നവോത്ഥാന വനിതാ മതിലുമൊക്കെ CPIഎമ്മിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചുവെങ്കിൽ പോലും ഒരു തരത്തിൽ പോലുമുള്ള ഒരു കൺഫർമേഷൻ പാർട്ടിക്കുള്ളിലെ ഒരു വിശ്വാസ സമൂഹത്തിന് പോലും കൊടുക്കാൻ CPIഎമ്മിന് സാധിച്ചില്ല. പക്ഷേ അതിൽ നിന്നെല്ലാം തന്നെ ഒരു വലിയ തോതിൽ റിക്കവർ ചെയ്ത് CPIഎം പിന്നെ വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതേപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉജ്ജ്വല വിജയം നേടി രണ്ടാം ഒരു തുടർഭരണം തന്നെ അവർക്ക് സാധിച്ചു. അത് വലിയ തോതിൽ കേരള രാഷ്ട്രീയത്തിലെ ചരിത്രവുമായി മാറി. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന ഒരു ലാപ്പിൽ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് സംസ്ഥാന സർക്കാർ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു പ്രായശ്ചിത്ത നടപടി എന്ന തരത്തിലേക്കൊക്കെയുള്ള വലിയ ഒരു കോലാഹലങ്ങളും വലിയ വലിയ തരത്തിലുള്ള ആരോപണങ്ങളും ഒക്കെ ഉണ്ടായ സമയത്ത് സംസ്ഥാന സർക്കാരിന് രാഷ്ട്രീയപരമായി വലിയ നേട്ടം ഈ ഒരു വിഷയത്തിന് ഉണ്ടാകുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം. കാരണം പ്രബല ഹൈന്ദവ സാമുദായിക സംഘടനകളായിട്ടുള്ള NSSഉം SNDPയും വലിയ തോതിലുള്ള ഒരു പിന്തുണ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് നൽകി എന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു രാഷ്ട്രീയ നേട്ടമാണ്. കോൺഗ്രസും BJPയും രാഷ്ട്രീയപരമായി ഈ ഒരു വിഷയത്തെ എതിർക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായിട്ടാണ് പ്രബല രണ്ട് സമുദായ സംഘടനകൾ ഈ ഒരു സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. സംഗമത്തിൽ വിശ്വാസികൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കാവൂ. യാതൊരു തരത്തിലും ആക്ടിവിസ്റ്റുകൾ പോലെയുള്ള രഹന ഫാത്തിമയും ബിന്ദു അമ്മണിയും പോലെയുള്ള അല്ലെങ്കിൽ കനകദുർഗ പോലെയുള്ള ആക്ടിവിസ്റ്റുകളെ ഒരു തരത്തിലും, അല്ലെങ്കിൽ ശബരിമലയുടെ വിശുദ്ധിയും പരിപാവനതയും ഒക്കെ വലിയ തോതിൽ അതിനെ ചോദ്യം ചെയ്യുന്ന ആളുകൾക്ക് പ്രവേശനം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തങ്ങൾ ഭാഗികമായി ഈ ആഗോള അയ്യപ്പ സംഗമത്തെ അനുകൂലിക്കുന്നുവെന്ന് NSS പറയുന്നു. സർക്കാർ പ്രഖ്യാപിച്ച ഈ ആഗോള അയ്യപ്പ സംഗമം ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് SNDPയും പറഞ്ഞു വെക്കുന്നു. എന്തായാലും രണ്ട് സംഘടനയുടെയും തീരുമാനം സംഗമത്തിൻ്റെ ചുമതലയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വലിയ ആശ്വാസം പകരുന്നതാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിന് ഈ ഒരു വിഷയത്തിൽ വലിയ എതിർപ്പുണ്ട് എങ്കിലും വിശ്വാസം സംബന്ധിച്ച കാര്യമായതിനാൽ വലിയ തോതിൽ കോൺഗ്രസ് ഈ ഒരു വിഷയത്തിൽ കൈകടത്തുന്നില്ല. കാരണം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതേപോലെ തന്നെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ ഒരു വിഷയത്തിലൊക്കെ കോൺഗ്രസ് വളരെ മിതമായ രീതിയിൽ ഈ ഒരു വിഷയത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ പന്തിപ്പോൾ BJPയുടെ കോർട്ടിലാണ്. കാരണം ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശ്വാസ ആചാര ലംഘനം നടന്നാൽ അത് ഏറ്റവും അധികം ഗുണം ചെയ്യുക BJPക്കായിരിക്കും. ഒരു തർക്കവും അതിനകത്തില്ല. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കരുതലോട് തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നോക്കിക്കാണുന്നത്. ഹിന്ദു ഐക്യവേദിയും സംഘപരിവാർ സംഘടനകളും ഒക്കെ വലിയ തോതിൽ ഈ ആക്ടിവിസ്റ്റുകളെ ഈ ഒരു വിഷയത്തിൽ പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സംഗമത്തിൽ പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ എതിർക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ള ലാഭം BJPക്ക് കിട്ടുമെന്ന് ഇടതുപക്ഷത്തിനും CPIഎമ്മിനും വളരെ വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ CPIഎം വളരെ കരുതലോട് കൂടി തന്നെയായിരിക്കും ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത്. എന്തായാലും ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ആ ഒരു പരിപാടിയിൽ ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിലെ രാഷ്ട്രീയ സെൻസിറ്റിവിറ്റി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഈ പരിപാടിയിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം പങ്കെടുക്കില്ല എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരത്തിൽ ഒരു വിഷയം കൂടി ഉണ്ടാകുന്ന സമയത്ത് വളരെ കരുതലോടെയായിരിക്കും CPIയും പിണറായി വിജയനും ഈ ഒരു വിഷയത്തെ അപഗ്രഥിക്കുക അല്ലെങ്കിൽ സമീപിക്കുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.